ഓം ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗവിധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവകരം സർവലോകൈകനാഥം. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പന്റെ നാമത്തിൽ സാഷ്ടാംഗ പ്രണാമം. ശ്രീകൃഷ്ണ ചരിതാമൃതത്തില് കൃഷ്ണനും ബലരാമനും വൃന്ദാവനവാസികളെ കാണുന്ന രംഗങ്ങളാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഭഗവാൻ കൃഷ്ണനെയും അദ്ദേഹത്തിന്റെ ആയിരക്കണക്കിന് റാണിമാരെയും കണ്ടപ്പോൾ സൗന്ദര്യത്തിന്റെയും അതീന്ദ്രിയമായ ഐശ്വര്യത്തിന്റെയുമായ ആ ദൃശ്യത്തിൽ അവർ പൂർണ്ണ സംതൃപ്തരായി. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഭഗവാൻ ബലരാമനെയും കൃഷ്ണനെയും സന്ദർശിച്ചു. ഭഗവാനാൽ വേണ്ട രീതിയിൽ സ്വാഗതം ചെയ്യപ്പെട്ട അവർ യദുവംശത്തിലുള്ളവരെ മുഴുവൻ വിശേഷിച്ച് കൃഷ്ണനെയും ബലരാമനെയും പ്രകീർത്തിക്കാൻ തുടങ്ങി. ഭോജരാജാവായിരുന്നതിനാൽ ഉഗ്രസേനന് യദുമുഖ്യനായി കണക്കാക്കപ്പെട്ടിരുന്നു. അതിനാൽ സന്ദർശകർ അദ്ദേഹത്തോട് സംഭാഷണം നടത്തി. രാജരാജശ്രീ ഭോജാധിപനായിരിക്കുന്ന ഉഗ്രസേന മഹാരാജൻ സത്യത്തിൽ ഈ ലോകത്ത് എല്ലാ വിധത്തിലും സമ്പൂർണരായിട്ട് യദുക്കൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തെ അവിടുത്തെ മഹിമാനങ്ങൾ വാഴ്ത്തപ്പെടട്ടെ. അനേക സംവത്സരങ്ങളായിട്ട് കഠിന തപോ അനുഷ്ഠാനങ്ങൾ അനുഷ്ഠിച്ചിരുന്ന ദിവ്യയോഗികൾ പോലും തേടുന്ന ഭഗവാൻ കൃഷ്ണനെ യദുക്കൾ സദാ കാണുന്നു എന്നതാണ് അവരുടെ സമ്പൂർണതയുടെ സവിശേഷമായ അവസ്ഥ. ഓരോ നിമിഷവും നിങ്ങളെല്ലാവരും ഭഗവാൻ കൃഷ്ണനായിട്ട് ഉള്ള സമ്പർക്കത്തിലാണ്. ഇതാണ് ഭഗവാൻ ജീവിച്ചിരുന്ന അതേ കാലത്ത് ജീവിച്ചിരുന്ന ആ യദുകുലത്തിൽ ജീവിച്ചിരുന്നവരോ ദ്വാരകയിൽ ജീവിച്ചിരുന്നവരോ വൃന്ദാവനത്തിൽ ജീവിച്ചിരുന്നോ, അതായത് ഭഗവാനോടൊപ്പം സമ്പർക്കം പുലർത്താൻ സാധിച്ച എല്ലാവരും മഹാഭാഗ്യവാന്മാരാണ്. എത്രയോ ജന്മങ്ങളുടെ സുഹൃതം കൊണ്ടാണ് ഭഗവാനോടൊപ്പം ഭഗവാന്റെ ആ അനുഗ്രഹത്തോടു കൂടി പ്രത്യക്ഷ രൂപേണ ഭഗവാനെ ഈശ്വരനെ കാണാൻ സാധിച്ച് ഭഗവാന്റെ ഒപ്പം സമ്പർക്കത്തിൽ ഏർപ്പെട്ടുകൊണ്ട് തന്നെ ആ ഒരു കാലത്ത് ജീവിച്ചിരിക്കുക എന്ന് പറയുന്നത് തന്നെ മഹാഭാഗ്യം സിദ്ധിച്ച ഭക്തന്മാർക്കാണ് ലഭിക്കുക എന്നർത്ഥം. എത്രയോ ജന്മത്തിലെ ആ ആത്മസാക്ഷാത്കാരത്തിൻ്റെ അന്ധക്കരണ ശുദ്ധിയുടെയും പാപനാശത്തിൻ്റെയും ഫലമാണ് ഇങ്ങനെയൊരു മഹാഭാഗ്യം പുണ്യമായിട്ട് അനുഭവിച്ച് അതിൻ്റെ ആസ്വാദ്യത പൂർണ്ണമായിട്ട് അനുഭവിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത്. ദൈവിക സ്തുതികൾ മുഴുവൻ പരമപുരുഷനെ പ്രകീർത്തിക്കുന്നവയാണ്. അതുകൊണ്ട് അവിടെ കൂടിയിരുന്നവരെല്ലാം ഭഗവാൻ ബലരാമനെയും കൃഷ്ണനെയും പ്രകീർത്തിച്ചുകൊണ്ട് പറയുന്നതാണ് നാം കാണുന്നത്. അപ്പോൾ ഭഗവാൻ കൃഷ്ണന്റെ പാദങ്ങൾ കഴുകിയ ജലമായതുകൊണ്ടാണ് ഗംഗാജലം പവിത്രമായി കണക്കാക്കപ്പെട്ടിരുന്നത്. വേദ ഗ്രന്ഥങ്ങളെല്ലാം ഭഗവാൻ കൃഷ്ണന്റെ അനുശാസനങ്ങൾ മാത്രമാണ്. വേദം പഠനത്തിന്റെ ലക്ഷ്യം കൃഷ്ണനെ അറിയുക എന്നതാണ്. അല്ലാതെ കുറെ സൂക്തങ്ങളോ ഇല്ലെങ്കിൽ വേദമന്ത്രങ്ങളോ ഒക്കെ കാണാപ്പാടമാക്കി വയ്ക്കുന്നതിനും ഉപരിയായിട്ട് അതിലൂടെ ആ വേദ പാരായണത്തിലൂടെ അല്ലെ വേദാർത്ഥത്തിലൂടെ ശരിക്കും തന്നെ ഭഗവാനെ സാക്ഷാത്കരിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഈ പ്രയത്നങ്ങളൊക്കെ വ്യർത്ഥമായി ഭവിക്കുമെന്ന് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഭഗവാൻ കൃഷ്ണന്റെ അനുശാസനങ്ങൾ മാത്രമാണ് വേദഗ്രന്ഥങ്ങളെല്ലാം. വേദപഠനത്തിന്റെ ലക്ഷ്യം കൃഷ്ണനെ അറിയുക, അതായത് ഈശ്വരനെ അറിയുക, ബ്രഹ്മത്തെ അറിയുക എന്നതാണ്. അതിനാൽ കൃഷ്ണന്റെ വാക്കുകളും അദ്ദേഹത്തിന്റെ ലീലാവിലാസങ്ങളും സദാ പവിത്രം തന്നെയാണ്. കാലദേശങ്ങളുടെ സ്വാധീനം മൂലം ഈ ലോകത്തിന്റെ ഐശ്വര്യങ്ങളെല്ലാം മിക്കവാറും തുറച്ചു മാറ്റപ്പെട്ടിരിക്കുന്നു. എന്നാൽ കൃഷ്ണൻ ഈ ലോകത്ത് അവതരിച്ചതിനാൽ അദ്ദേഹത്തിന്റെ പാദപത്മങ്ങളുടെ സ്പർശം മൂലം മംഗളകരമായിട്ടുള്ള ഗുണവിശേഷങ്ങളെല്ലാം വീണ്ടും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. അതായത് ഭഗവാൻ തന്നെ ഗീതയിൽ തന്നെ പറയുന്നുണ്ട്, ഈ പറയുന്ന എല്ലാ യോഗങ്ങളും നിന്നോടിപ്പോൾ പറയാൻ പോകുന്ന യോഗം ഞാൻ സൂര്യദേവനാണ് ആദ്യം ഉപദേശിച്ചതെന്നും പിന്നെയും തലമുറയായിട്ട് പാരമ്പര്യമായിട്ട് പകർന്നു വന്നിരുന്ന ഈ യോഗം ഇന്ന് നാം നിൽക്കുന്ന സമയത്ത് ഇവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പൊ കൃഷ്ണാവതാര സമയത്ത് അല്ലെങ്കിൽ അവതരിക്കുന്നതിന് മുമ്പായിട്ട് ഭഗവാൻ ഉണ്ടാക്കി വെച്ചിരുന്ന എല്ലാവിധ ഐശ്വര്യങ്ങളും നഷ്ടപ്പെട്ടിരുന്നു. എല്ലാവിധ യോഗങ്ങളും, പ്രത്യേകിച്ചും അറിവ്, വേദത്തിന്റെ അന്തരാർത്ഥമായിരിക്കുന്ന അറിവ്, കൃഷ്ണനെ അറിയുക എന്ന് പറഞ്ഞാൽ ഈശ്വരനെ അറിയുക എന്നുള്ളതാണ്. അതുപോലും നഷ്ടപ്പെട്ട ഒരു സമയത്താണ് ഭഗവാൻ കൃഷ്ണൻ അവതരിച്ചത്. അവതാരത്തോടു കൂടി തന്നെ എല്ലാവിധ ഐശ്വര്യങ്ങളും കാലദേശങ്ങളുടെ സ്വാധീനം മൂലം ഈ ലോകത്തിൽ എല്ലാ ഐശ്വര്യങ്ങളും മിക്കവാറും തുടച്ചു മാറ്റപ്പെട്ടിരുന്ന സമയത്താണ് ഭഗവാൻ വീണ്ടും അവതരിച്ചത്.
അവതരിച്ചതിനാൽ തന്നെ അദ്ദേഹത്തിൻ്റെ പാദപത്മങ്ങളുടെ സ്പർശം മൂലം മംഗളകരമായിട്ടുള്ള ഗുണവിശേഷങ്ങളെല്ലാം വീണ്ടും പ്രത്യക്ഷപ്പെട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ നമ്മുടെ ആശകളും അഭിലാഷങ്ങളും ക്രമേണ നിറവേറ്റപ്പെട്ട് വരികയാണ് ചെയ്തുകൊണ്ടിരുന്നത്. രാജരാജ ശ്രീ ഭോജരാജൻ വിവാഹം വഴിയും രക്തബന്ധം വഴിയും അങ്ങയ്ക്ക് യദുവംശവുമായിട്ട് അനേക ബന്ധങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് അങ്ങയ്ക്ക് ഭഗവാൻ കൃഷ്ണനുമായിട്ട് നിരന്തര സമ്പർക്കവുമുണ്ട്. ഏത് സമയത്തും അദ്ദേഹത്തെ ദർശിക്കാൻ അങ്ങയ്ക്ക് വിഷമവുമില്ല. ഭഗവാൻ കൃഷ്ണൻ അങ്ങയ്ക്കൊപ്പം നടക്കുന്നു, സംസാരിക്കുന്നു, ഇരിക്കുന്നു, വിശ്രമിക്കുന്നു, ഉണ്ണുന്നു. നരകത്തിലേക്കുള്ള രാജകീയ പാതയിലേക്ക് നയിക്കുന്നതെന്ന് കരുതപ്പെടുന്ന ലൗകിക കാര്യങ്ങളിൽ സദാ വ്യാപൃതരാണ് യദുക്കളെല്ലാം. അപ്പോൾ ഭഗവാന്റെ കൂടെ ഇത്രയൊക്കെ ഐശ്വര്യങ്ങൾ അനുഭവിച്ചിട്ടും ഈ യദുകുലത്തിലുള്ളവരെല്ലാം ലൗകിക ഭൗതിക സുഖങ്ങളിൽ മുഴുകി തന്നെയാണ് കഴിയുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. സ്വർഗതുല്യമായ ഒരു ജീവിതം ദ്വാരകയിൽ ഭഗവാനോടൊപ്പം ഈ യദുവംശത്തിൽപ്പെട്ടവരെല്ലാവരും അനുഭവിക്കുന്നുണ്ട്, ഉഗ്രസേനടക്കം. അവിടെ ലൗകിക കാര്യങ്ങൾ സദാ വ്യാപൃതരായിരിക്കുന്ന യദുക്കൾ. എന്നാൽ സർവജ്ഞനും സർവ്വവ്യാപിയും സർവശക്തനുമായിരിക്കുന്ന വിഷ്ണു വിഭാഗത്തിലെ പരമപുരുഷനായിരിക്കുന്ന ഭഗവാൻ കൃഷ്ണന്റെ സാന്നിധ്യം മൂലം നിങ്ങളെല്ലാം ഭൗതിക മാലിന്യങ്ങളിൽ നിന്ന് മുക്തരായി മോക്ഷത്തിൻ്റെയും ബ്രഹ്മസത്വത്തിൻ്റെയും അതീന്ദ്രിയമായ നിലയിൽ എത്തിച്ചേർന്നിരിക്കുന്നു എന്നതാണ് സത്യം. ഭൗതിക സുഖങ്ങളെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും ഭഗവാന്റെ സാന്നിധ്യം കൊണ്ട് ഇവർക്കൊക്കെ മോക്ഷപ്രാപ്തിയിലേക്ക് എത്താൻ ഒരു അനുഗ്രഹം കൂടി ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. സൂര്യഗ്രഹണം സംബന്ധിച്ച് കൃഷ്ണൻ കുരുക്ഷേത്രത്തിൽ ഉണ്ടായിരിക്കുമെന്നും അക്കാരണത്താൽ തന്നെ യദുക്കൾ മുഴുവൻ ഒപ്പം ഉണ്ടായിരിക്കണമെന്നും കേട്ട് നന്ദ മഹാരാജാവിൻ്റെ നേതൃത്വത്തിൽ വൃന്ദാവനവാസികളും അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചു. മഹാരാജാ നന്ദൻ ഗോപന്മാരുമൊത്ത് അവർക്ക് ആവശ്യമുള്ള സാധന സാമഗ്രികളും കാളവണ്ടിയിൽ കയറ്റി തങ്ങളുടെ പ്രിയപുത്രന്മാരായിട്ടുള്ള ഭഗവാൻ ബലരാമനെയും ഭഗവാൻ കൃഷ്ണനെയും കാണാൻ കുരുക്ഷേത്രത്തിലെത്തി. വൃന്ദാവനത്തിലെ ഗോപന്മാർ കുരുക്ഷേത്രത്തിലെത്തിയപ്പോൾ യദുവംശത്തിലുള്ളവർ ഒന്നടങ്കം ആനന്ദമക്തനായി. വൃന്ദാവനവാസികളെ കണ്ടയുടൻ അവരെ സ്വാഗതം ചെയ്യാൻ യദുക്കൾ എഴുന്നേറ്റ് നിന്നു. അപ്പോൾ അവർക്ക് വീണ്ടും ജീവൻ തിരിച്ചു കിട്ടിയ പോലെ തോന്നി. തമ്മിൽ കാണാൻ ഇരുകൂട്ടരും ആകാംക്ഷാഭരിതരായി മുന്നോട്ട് വന്നു. നേരിൽ കണ്ടപ്പോൾ അവർ തൃപ്തിയാകുമോളം പരസ്പരം പുണർന്നു. ഏറെ നേരം അവർ ആലിംഗബദ്ധരായി നിലകൊണ്ടു. നന്ദമഹാരാജാവിനെ കണ്ട മാത്രയിൽ വസുദേവൻ ഓടിച്ചെന്ന് അദ്ദേഹത്തെ അത്യന്തം വാത്സല്യത്തോടെ കെട്ടിപ്പിടിച്ചു. വസുദേവർ തൻ്റെ ഭൂതകാല ചരിത്രം വിവരിക്കാൻ തുടങ്ങി. കംസൻ തന്നെ കാരാഗ്രഹത്തിൽ അടച്ചതും തൻ്റെ കുട്ടികളെ വധിച്ചതും പിറന്ന വീണയുടൻ കൃഷ്ണനെ നന്ദമഹാരാജാവിൻ്റെ ഗ്രഹത്തിൽ എത്തിച്ചതും കൃഷ്ണനെയും ബലരാമനെയും നന്ദമഹാരാജാവും റാണി യശോദയും ചേർന്ന് സ്വന്തം മക്കളെപ്പോലെ വളർത്തി കൊണ്ടുവന്നതും ഒക്കെ. അതേപോലെ ഭഗവാൻ ബലരാമനും കൃഷ്ണനും നന്ദമഹാരാജാവിനെയും യശോദയെയും ആശ്ലേഷിച്ച് അവരുടെ പാദപത്മങ്ങളിൽ സാദരം പ്രണാമങ്ങൾ അർപ്പിച്ചു. നന്ദനോടും യശോദയോടുമുള്ള പാത്ര അനുരൂപമായിരിക്കുന്ന വാത്സല്യ നിമിത്തം ഭഗവാൻ കൃഷ്ണൻ ബലരാമനും വീർപ്പ് മുട്ടിപ്പോയി. ഏതാനും നിമിഷത്തേക്ക് അവർക്ക് ഒന്നും മിണ്ടാനായില്ല. അവരെ മതിവരുവോളം മാറോടണച്ച് കെട്ടിപ്പിടുന്ന കൃഷ്ണനെയും ബലരാമനെയും വേർപിരിഞ്ഞ ശേഷം വളരെ കാലം നന്ദനും യശോദയും കൊടിയ ദുഃഖത്തിലായിരുന്നു. ഇപ്പോൾ അവരെ കാണുകയും ആശ്ലേഷിക്കുകയും ചെയ്തപ്പോൾ കഷ്ടപ്പാടുകൾക്കെല്ലാം ആശ്വാസം ഉണ്ടായതുപോലെ അനുഭവവൈദ്യമായി. അപ്പോൾ വൃന്ദാവനവാസികളെല്ലാം തന്നെ ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് ഈ മഹാസമ്മേളനത്തിൽ എല്ലാവരും എത്തിയ കൂട്ടത്തിൽ ആ വൃന്ദാവനവാസികൾ നന്ദ മഹാരാജാവിൻ്റെ നേതൃത്വത്തിൽ എല്ലാവരും അവിടെ വന്നു ചേർന്നു. ആവശ്യമുള്ള എല്ലാവിധ സാധന സാമഗ്രികളുമായിട്ട് അവർ വന്നത്. അപ്പോൾ നന്ദമഹാരാജാവിനെ കണ്ട മാത്രത്തിൽ വസുദേവൻ ഓടിച്ചെന്ന് അദ്ദേഹത്തെ അത്യന്തം മത്സരത്തിലൂടെ കെട്ടിപ്പിടിച്ച് വസുദേവൻ്റെ തൻ്റെ ഭൂതകാല ചരിത്രം മുഴുവൻ നന്ദമഹാരാജാവിനോട് പറയാൻ തുടങ്ങി. കംസൻ തന്നെ കാരാഗ്രഹത്തിൽ അടച്ചതും തൻ്റെ കുട്ടികളെ മുഴുവൻ വധിച്ചതും എന്ന് വേണ്ട അന്ന് നടന്നിട്ടുള്ള പഴയ കാര്യങ്ങളെല്ലാം അവർ തമ്മിൽ സംഭാഷണ വിഷയമായി മാറി. അതേപോലെ തന്നെ ബലരാമനും കൃഷ്ണനും നന്ദമഹാരാജാവിനെയും യശോദയും ആശ്ലേഷിച്ച് അവരുടെ പാദപത്മങ്ങളിൽ സാദര പ്രണാമങ്ങൾ അർപ്പിച്ചു. വളരെ കാലത്തിന് ശേഷമാണ് തൻ്റെ വളർത്തമ്മയും വളർത്തച്ഛനെയും അമ്മയെപ്പോലെ കരുതി തന്നെ അവരെ വാത്സല്യ നിമിത്തം ഭഗവാൻ കൃഷ്ണനും ബലരാമനും വീർപ്പ് മുട്ടിപ്പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ കാലങ്ങളോളം
കൈപിടിച്ച് നടത്തിച്ച അച്ഛനെയും അമ്മയെയും കണ്ടപ്പോൾ അവരുടെ കാരുണ്യ അതിരേകത്താൽ വീർപ്പുമുട്ടിയതായിട്ട് പറയുന്നു. ഏതാനും നിമിഷത്തേക്ക് അവർക്കൊന്നും തന്നെ പരസ്പരം മിണ്ടാൻ പോലും ആയില്ല. തുടർന്ന് കൃഷ്ണന്റെ അമ്മ ദേവകിയും ബലരാമന്റെ അമ്മ രോഹിണിയും യശോദാമാതാവിനെ ആശ്ലേഷിച്ചു. അവർ പറഞ്ഞു, പ്രിയപ്പെട്ട റാണി യശോദാദേവി, നിങ്ങളും നന്ദമഹാരാജാവും എന്നും ഞങ്ങൾക്ക് നൽകിയ അനുഗ്രഹത്തിന് പകരമായിട്ട് സ്വർഗാധിപനായിരിക്കുന്ന ദേവേന്ദ്രനോ ഉള്ള ഐശ്വര്യ സമൃദ്ധികൾക്കും തുല്യമായ ഐശ്വര്യം തരാൻ കഴിഞ്ഞാലും നിങ്ങളുടെ സൗഹൃദപൂർണമായ പ്രവർത്തികൾക്ക് മതിയായ പ്രത്യുപകാരമാവുകയില്ല. ഞങ്ങൾ നിങ്ങളോട് അത്രയ്ക്ക് കടപ്പെട്ടിരിക്കുന്നു. ഞങ്ങളോട് കാണിച്ച സൗഹൃദം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. കൃഷ്ണനും ബലരാമനും ജനിച്ചപ്പോൾ യഥാർത്ഥ മാതാപിതാക്കളെ കാണുന്നതിന് മുമ്പ് തന്നെ അവരെ നിങ്ങളുടെ സംരക്ഷണയിലാക്കി. നിങ്ങൾ അവരെ സ്വന്തം മക്കളെ പോലെ വളർത്തി. കുട്ടികളെ, പക്ഷിക്കുഞ്ഞുങ്ങളെ പക്ഷികൾ പരിരക്ഷിക്കുന്നത് പോലെ നിങ്ങൾ അവർക്ക് നല്ല ഭക്ഷണം നൽകി പോഷിപ്പിച്ചു. അവരെ സ്നേഹിച്ചു. അവരുടെ നന്മയ്ക്കായിക്കൊണ്ട് മതപരമായിട്ടുള്ള അനേകം മംഗളകർമ്മങ്ങൾ ചെയ്തു. വാസ്തവത്തിൽ അവർ ഞങ്ങളുടെ പുത്രന്മാരല്ല, അവർ നിങ്ങളുടെ തന്നെ പുത്രന്മാരാണ്. ബലരാമന്റെയും കൃഷ്ണന്റെയും മാതാപിതാക്കൾ നിങ്ങളും നന്ദമഹാരാജാവുമാണ്. നിങ്ങളുടെ സംരക്ഷണയിലായിരുന്നപ്പോൾ അവർക്ക് ഒട്ടും വിഷമമുണ്ടായിരുന്നില്ല. ഒരു തരത്തിലുള്ള ഭീതിയും അവരെ ബാധിച്ചിരുന്നുമില്ല. അവർക്ക് നിങ്ങൾ നൽകിയ വാത്സല്യം നിറഞ്ഞ ഈ സംരക്ഷണം നിങ്ങളുടെ സമുന്നതമായ നിലയ്ക്കും തികച്ചും യോജിച്ചതാണ്. കുലീന വ്യക്തികൾ സ്വന്തം പുത്രന്മാരെന്നും അന്യരുടെ പുത്രന്മാരെന്നുമുള്ള വിവേചനം ഒരിക്കലും കാണിച്ചിട്ടുമില്ല. നന്ദമഹാരാജാവിനേക്കാളും നിങ്ങളെക്കാളും കൂടുതൽ കുലീനരായ വ്യക്തികൾ ഈ ഭൂമിയിൽ ഉണ്ടാവുകയുമില്ല എന്നൊക്കെ പറഞ്ഞ് വസുദേവരും ദേവകിയും എല്ലാം ഈ നന്ദമഹാരാജാവിനെ, യശോദയും വൃന്ദാവനവാസികളെ ഒന്നടങ്കം പ്രകീർത്തിച്ചുകൊണ്ട് അവിടെ സംസാരിക്കുന്നത് നമുക്ക് അറിയാൻ സാധിക്കും. ഇപ്പോൾ വൃന്ദാവനത്തിലെ നമ്മൾ സ്വന്തം മക്കളല്ലാതെ ആയിട്ട് വളർത്തിയിട്ട് പോലും മക്കളുടെ ആ ഇന്നത്തെ രീതിയിൽ കലി ബാധിച്ചിരിക്കുന്നവരുടെ പെരുമാറ്റത്തിൽ ഉണ്ടായ പരിവർത്തനങ്ങൾ ആ കാലദോഷത്തിൻ്റെ പ്രത്യേകത കൊണ്ട് തന്നെ സ്വന്തം മക്കളായിട്ട് എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടാക്കി എല്ലാവിധ ഇച്ഛകളും അവർക്ക് സാധിപ്പിച്ചുകൊണ്ട് വളർത്തിക്കൊണ്ടുവന്ന് അച്ഛനമ്മമാരെ വരെ നിന്ദിക്കുന്ന ഒരു പ്രകൃതം, പഴയതെല്ലാം മറന്നിട്ട് പ്രവർത്തിക്കുന്നവർ, മുക്കിൾക്കൊടി ബന്ധം പോലും മറന്നിട്ട് പ്രവർത്തിക്കുന്ന ഒരു സമൂഹമാണ് ഇന്ന് ഈ കലിയുഗത്തിൽ നമുക്ക് ചുറ്റും കാണാനുള്ളത് എന്നർത്ഥം. യഥാർത്ഥത്തിൽ സനാതനമായ ധർമ്മത്തിൻ്റെ ഈ തരത്തിലുള്ള കൃഷ്ണ അവബോധ കഥകളൊക്കെ കുറച്ചൊക്കെ മനസ്സിലാക്കുന്ന കുട്ടികൾക്ക് ഈ സംസ്കാരം കുറേയെങ്കിലുമൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. എന്താണ് സദാചാരം എന്നുള്ളതൊക്കെ ഈ തരത്തിലുള്ള കഥകളിൽ നിന്നാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ നമ്മൾ ഭൗതികമായിട്ടുള്ള വിദ്യാഭ്യാസം കൊണ്ടൊന്നും ഇത്തരത്തിലുള്ള യഥാർത്ഥത്തിലുള്ള സനാതനമായ ധർമ്മത്തിൻ്റെ മൂല്യമൊന്നും അതിൽ നിന്നൊന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണങ്ങളാണ് ഇന്ന് സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുടുംബ ബന്ധങ്ങൾക്കോ ആത്മബന്ധങ്ങൾക്കോ രക്തബന്ധങ്ങൾക്കോ ഒന്നും പ്രാധാന്യമില്ലാത്ത, ആത്മനിയന്ത്രണമില്ലാതെ, ദയയില്ലാതെ, ത്യാഗമനസ്സില്ലാതെ പ്രവർത്തിക്കുന്ന പരിണിത ഫലങ്ങൾ നിത്യവാർത്തകളായിട്ട് നമുക്കറിയാൻ സാധിക്കുന്നതിൻ്റെ പ്രധാന കാരണം ഇത്തരത്തിലുള്ള സംസ്കാര സമ്പന്നമായിട്ടുള്ള കഥാഭാഗങ്ങളെ ഈശ്വരൻ തന്നെ പ്രത്യക്ഷത്തിൽ അവതരിച്ച് മനുഷ്യ ലോകത്തിൽ ജീവിച്ചിരുന്ന എങ്ങനെയാണോ സനാതന ധർമ്മത്തിൻ്റെ പരിരക്ഷ ചെയ്യേണ്ടത് എന്ന് സ്വന്തം ജീവിതത്തിലൂടെ കാണിച്ചതും, അങ്ങനെ ഒരു സമൂഹത്തെ തന്നെ, അത് വൃന്ദാവനത്തിലായിക്കോട്ടെ ദ്വാരകയിലായിക്കോട്ടെ അന്നത്തെ ഭാരതവാസികളിലായിക്കോട്ടെ, ഈ സനാതന ധർമ്മത്തിൻ്റെ മൂല്യം മുഴുവനൊന്നും എല്ലാവരും മനസ്സിലാക്കിയിട്ടില്ല. എല്ലാ കാലത്തും ഈ അജ്ഞതയുടെ മറവിൽ ജീവിക്കുന്ന മായയിൽപ്പെട്ടവർ എല്ലാ കാലത്തും ഭഗവാന്റെ ചുറ്റും തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ പോലും ഒരു പൊതുസമൂഹത്തെ സദാചാര ബോധത്തിൻ്റെ ഒരു പാതയിലേക്ക് ഉയർത്താൻ ഈ ഭഗവാന്റെ ജീവിതം പൂർണ്ണമായിട്ടുള്ള മനുഷ്യാവതാരത്തിലൂടെ കാണിച്ചു തന്നതായിട്ട് നമുക്ക് ഈ ഭാഗവതത്തിൽ നിന്നും ഇല്ലെങ്കിൽ ശ്രീകൃഷ്ണ ചരിത്രത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇത്തരത്തിൽ ആരെങ്കിലുമൊക്കെ മാതൃകാപുരുഷോത്തന്മാർ എല്ലാ കാലത്തും ഉണ്ടായിരിക്കും. അവരെയൊക്കെയാണ് നമ്മൾ മാതൃകയാക്കേണ്ടത്. അപ്പോൾ അവിടെ ഈ സ്നേഹബന്ധങ്ങൾക്ക് നിലനിർത്താൻ രക്തബന്ധം മാത്രം പോരാ, ആത്മബന്ധം ഇല്ലെങ്കിൽ നക്ഷത്രബന്ധം, അതിലേക്ക് സനാതന മൂല്യത്തെ നിലനിർത്തിക്കൊണ്ട് വേണം ഈ ബന്ധനങ്ങളാകാതെ കാത്തു സംരക്ഷിക്കാൻ എന്നർത്ഥം. അപ്പോൾ വൃന്ദാവനത്തിലെ ഗോപിമാരുടെ കാര്യമാണെങ്കിൽ ജീവിതത്തിൽ തുടക്കം മുതൽ കൃഷ്ണനിൽ കവിഞ്ഞൊന്നും അവർക്കുണ്ടായിരുന്നില്ല.
അവരെ സംബന്ധിച്ച് കൃഷ്ണനിൽ കവിഞ്ഞ യാതൊന്നും ഉണ്ടായിരുന്നില്ല. കൃഷ്ണനും ബലരാമനും അവരുടെ പ്രാണനും ആത്മാവുമായിരുന്നു. ഒരു നിമിഷ നേരത്തേക്ക് ഇമ ചിമ്മി കാഴ്ച തടസ്സപ്പെട്ട് കൃഷ്ണനെ കാണാൻ പറ്റാതെ വരുന്നത് പോലും സഹിക്കാവുന്നതിനപ്പുറമായിരുന്നു. അത്രമാത്രം സ്നേഹനിധികളായിരുന്നു അവർ കൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം. ഏറെക്കാലം കൃഷ്ണനെ വേർപിരിഞ്ഞിരുന്നതിനാൽ നന്ദമഹാരാജാവിനോടും യശോദ മാതാവിനോടും ഒത്ത് വന്ന് കൃഷ്ണനെ വീണ്ടും കണ്ടപ്പോൾ അവർക്ക് തീവ്രമായ പരമാനന്ദം അനുഭവപ്പെട്ടു. കൃഷ്ണൻ കണ്ണിൽ പെട്ട മാത്രയിൽ തന്നെ അവർ കണ്ണുകളിലൂടെ അവനെ ഹൃദയങ്ങളിലാക്കി മതിവരുവോളം ആലിംഗനം ചെയ്തു. മാനസികമായ മാത്രമാണെങ്കിലും താൽക്കാലത്തേക്ക് അവർ സ്വയം മറന്നു പോകാത്ത വിധം ആനന്ദവാന്മാരായിരുന്നു. കൃഷ്ണനെ മാനസികമായിട്ട് പൂർണ്ണമായിട്ട് പുണർന്നപ്പോഴുണ്ടായ ആ പരമാനന്ദം പരമപുരുഷന്റെ ധ്യാനത്തിൽ സദാ നിരന്തരമായിരിക്കുന്ന മഹായോഗികൾക്ക് പോലും നേടാൻ സാധിക്കാത്തതാണ്. തന്നെ മനസ്സുകൊണ്ട് പുൽകിയ ഗോപിമാർ പരമാനന്ദത്തിൽ മുഴുകിയിരിക്കുകയാണെന്ന് കൃഷ്ണനും മനസ്സിലായി. അതിനാൽ എല്ലാവരുടെയും ഹൃദയങ്ങളിൽ കുടികൊള്ളുന്ന അദ്ദേഹം തിരിച്ച് അവരെയും മനസ്സുകൊണ്ട് ആലിംഗനം ചെയ്തു. കൃഷ്ണൻ യശോദാ മാതാവിനോടും മറ്റ് മാതാക്കളായിരിക്കുന്ന ദേവകി രോഹിണിയോടൊപ്പം ഇരിക്കുകയായിരുന്നു. എന്നാൽ അവർ സംഭാഷണത്തിൽ ഏർപ്പെട്ടപ്പോൾ ആ അവസരം ഉപയോഗിച്ച് ഗോപിമാരെ കാണാനായിട്ട് അദ്ദേഹം ഒരു ഏകാന്ത സ്ഥലത്തെത്തി. ഗോപിമാരെ കണ്ടയുടൻ ഭഗവാൻ മന്ദഹസിച്ചു തുടങ്ങി. അവരെ ആലിംഗനം ചെയ്തു. ക്ഷേമാന്വേഷണങ്ങൾ നടത്തിയ ശേഷം അവരെ പ്രോത്സാഹിപ്പിച്ചു കൊണ്ട് സംഭാഷണം തുടങ്ങുകയും ചെയ്തു. ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. എല്ലാവർക്കും നമസ്കാരം.